പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ പോകാനിടയ്ക്കുന്ന ദിക്കുകൾ, ഇന്ന് നിങ്ങൾ സംസാരിക്കാനിരിക്കുന്ന വ്യക്തികൾ, ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ, ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ, നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ, കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ആശുപത്രി കിടക്കുന്നവർ എത്രയും തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്രയും രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ വർഷങ്ങളോളം വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്നവർ ഉള്ള മക്കൾക്ക് എപ്പിലെപ്സിയും അതുപോലെ തന്നെ രോഗങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഓരോരോ രോഗം ഓട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കർത്താവിൻ്റെ കാരുണ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനെ വളർത്തുന്ന അമ്മമാർ കർത്താവിൻ്റെ നാമത്തിൽ അത് അതിജീവിക്കാനുള്ള കൃപയും ശക്തിയൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട്, വൈവ എഴുതുന്നവരുണ്ട്, ഡോക്ടറേറ്റ് തീസ് ഒരുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, സ്ഥലമില്ലാത്തവർ, സ്ഥലം പൊക്കുവരെ ചെയ്യാത്തവർ, പകടപടി ചെയ്യാത്തവർ, സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ, കരഭൂമികൾ, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ, ചർച്ചയ്ക്ക് പോകുന്നവർ, സമാധാനം എത്തിക്കേണ്ടവർ, അവർക്കെല്ലാം പരിശുദ്ധാത്മാവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നയിക്കുക. ആമേൻ.
മർക്കോസ് 9:23. യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എല്ലാം സാധിക്കും. സാധിക്കുന്നത് അനുഭവിക്കുന്നത് രണ്ടും രണ്ടാണ്. സിറിയൻ സൈന്യവും ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധമാണ്. 2 രാജാക്കന്മാർ 7. അതായത് 7 എൻ്റെ യുദ്ധം നയിക്കേണ്ട സൈന്യാധിപൻ ഭയങ്കര നിരാശയാണ്. അയാൾ പറയണത് ദൈവം തന്നെയാണ് ഈ യുദ്ധവിപത്ത് ഉണ്ടാക്കിയത്, പിന്നെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് സഹായം ചോദിക്കണമെന്ന്. 2 രാജാക്കന്മാർ 6:33. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ്. ഞാനിനി എന്തിന് കർത്താവിന്റെ സഹായം കാത്തിരിക്കണം. കണ്ട, നിരാശയായി. ആർക്ക്? യൂദയ രാജാവ്, ഇസ്രായേൽ രാജാവിന് നിരാശയായി. കാര്യം ദൈവം തന്നെ ഇത് വരുത്തി വെച്ചതാണെന്നാണ് പുള്ളി പറയണത്. ദൈവകോപമാണ്. പക്ഷെ നമ്മൾ ദൈവകോപമാണെന്ന് പറഞ്ഞ സംഭവം ഒന്നും ദൈവം വരുത്തി വെച്ചതാകത്തില്ല. അത് നമ്മുടെ കഴിവുകേട് കൊണ്ടും നിരാശ കൊണ്ടും നിർജീവമായതുകൊണ്ടും നമ്മളങ്ങനെ പറയണതാണ്. പക്ഷെ അപ്പോഴേ പ്രത്യാശയായിട്ട് ആര് വരും? പ്രത്യാശനെ കൊണ്ട് എലീഷ വരും. അവിടെ പ്രവാചകൻ. 2 രാജാക്കന്മാർ 7:1. എലീഷ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. 1 ഷെക്കലിന് 10 ഷെക്കൽ കൊടുത്താലേ കിട്ടത്തില്ല. 10 ഷെക്കൽ കൊടുക്കേണ്ട കാര്യങ്ങൾ 1 ഷെക്കലിന് നാളെ കിട്ടുമെന്ന് വില കുറയുന്നു സാധനങ്ങൾക്ക്. ഇപ്പം പട്ടിണി കിടന്ന് കിരുന്നാറി ഭക്ഷണം കണ്ടിട്ട് മാസങ്ങളായ ആൾക്കാരുടെ ഇത് പറയണത്. അപ്പം അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. അയാൾ പിടിച്ചുനിൽപ്പിന് വേണ്ടി അയാളെ പറ്റിയപ്പോഴാണ് പ്രവചനം. അതുകൊണ്ട് അയാൾ പ്രവചിക്കുകയാണെന്നുള്ള രീതിയിൽ ദൈവനിഷേധമാണ് പറയാൻ പോണത് ഈ കൂടെ നിൽക്കുന്ന ആള്. 2 രാജാക്കന്മാർ 7:2 വായിച്ചേ. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. അതായത് ഇവിടുത്തെ രാജാവ് പോലും ദൈവത്തിനെ ചാരി നിൽക്കേണ്ട ആളാണ്. എന്ത് പറ്റി? മസിൽ പവർ ഉള്ളവനെ ചാരി നിൽക്കുകയാണ് രാജാവ്. ദൈവത്തെ മാറ്റിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കർത്താവിൻ്റെ സഹായം എന്തിനാണ് അന്വേഷിക്കണത്? കർത്താവല്ലേ ഇത് വരുത്തി വെച്ചത്, ഈ യുദ്ധം, ഈ ഇവരുടെ ഭീഷണി. അപ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കണത്? ഞാനെന്തിനാണ് ഉപവസിക്കണത്? ഞാൻ എന്തിനാണ് കുർബാനയ്ക്ക് പോണത്? ഇങ്ങനെയൊക്കെയുള്ള നിലപാടില്ലേ? അപ്പം സങ്കടങ്ങൾ വരുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ പെടലേക്ക് കെട്ടി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? രാജാവ് പടനായകൻ്റെ ചുമലിൽ ചാടിയേക്കുക. അയാളെ കയ്യിലാണ് പടയാളികളുള്ളത്. അയാൾ യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവനാണ് ദൈവം എന്ന രീതിയിലാണ് വരണത്. ആര്? രാജാവ് പടനായകൻ്റെ. നമ്മൾക്കും അങ്ങനെ ഉണ്ടേ. നമ്മളെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണം തരണത് ആരാണ്? ജോലി തരണത് ആരാണ്? അത് ഞായറാഴ്ച കുർബാന മുടക്കി വേണം ജോലിക്ക് വരണമെന്ന് പറഞ്ഞാലും നമ്മൾ പോയി അവൻ്റെ കാലം നക്കിക്കൊണ്ട് അവന് ജോലി. അപ്പം പെണ്ണുമ്പോഴോട് വിളിച്ച് പറയും, എടോ കുർബാന നാളെയും കാണാം, മനുഷ്യന് ഞാനും മക്കളും ജീവിക്കണ്ടേന്ന് ചോദിക്കും. മക്കളുടെ കാര്യം പറഞ്ഞ് ഇപ്പം ഇവർ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം പതുക്കെ അത് പ്രലോഭനമാണെന്ന് പറയണേ. പ്രലോഭനം ഉണ്ടാകും. ചിലർക്ക് വീഴും. അത് വീഴ്ത്താനല്ല, കർത്താവ് ഒട്ടകാലിൻ്റെ വീഴ്ത്തനാണ് ഈ സാധനം. നിന്നിട്ട് കാര്യമില്ലാതെ കൊണ്ടാണ്. ചില ആൾക്കാർ ഈശോ പറഞ്ഞില്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയണേ. എൻ്റെ കാര്യം എന്താണ്? ചില അണ്ണന്മാർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പണി കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആൾക്കാരുടെ ജനപ്പരപ്പം കാണുമ്പോൾ ഇത് മൊത്തം ദൈവത്തിൻ്റെ ആണെന്ന്? അങ്ങനെയൊന്നുമല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ രാജ്യങ്ങളുമായി ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് ദിവസമാകുന്നു. അതെങ്ങനെയാണ് ഈ ഫിൽട്ടറിങ് ഉണ്ടാണത്? ഈ ഫിൽട്ടറിങ് ഇതുപോലെയുണ്ട്. രാജാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഇപ്പം അയാൾ ദൈവത്തെ കാണുന്ന ആരെയാണ്? പടനായകനെയാണ്. അപ്പോൾ പടനായകൻ ഉടനെ കോമഡി അടിച്ച് രാജാവിന് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ദൈവത്തിൻ്റെ കാര്യം പറയുന്ന ആളെ കുറ്റപ്പെടുത്തും. വാമോട്ടറാന്ന് പറയുകയല്ലേ. അതിന് പകരം ഈ എലീഷയോട് ഈ പടനായകനും രാജാവിനും ഒത്തുകൊണ്ട് എലീഷയ്ക്ക് പണി കൊടുക്കണ കാണാം. വായിച്ചത് പടനായകൻ എന്താ പറയണത്? പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? നടക്കത്തില്ല.
കാര്യം ആകാശമാണ് കർത്താവാണെന്നൊക്കെ എല്ലാം പുള്ളിക്ക് അറിയാമെങ്കിലും അതൊന്നും നടക്കണ കാര്യമല്ല ഇതെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ അതാണ് ഒരു കേവല വിശ്വാസം എന്ന് പറയണത്. ഒക്കെ വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസം കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്നതൊക്കെ വിശ്വസിക്കുക. ഇയാൾ അതുപോലും ദൈവത്തിൻ്റെ സാധ്യതയെപ്പോലും ഇയാൾ ചോദ്യം ചെയ്യുന്ന ആളാണ് ഈ പടനായകൻ. പക്ഷേ നീ അത്രയൊന്നും കയറി പറയണ്ട. പ്രവാചകൻ എന്താ പറയണത്? നീ അത്ര കയറി പറയണ്ട, ഈ സംഭവം നടന്നിരിക്കും, പക്ഷെ അനുഭവിക്കാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറയും. അത് വായിച്ച 2 രാജാക്കന്മാർ 7:2 എലീശാ പ്രചോദിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും. നീ സ്വന്തം കണ്ണുകൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. മോസസിനെ പറ്റിയ ഒരു അടിപ്പം പോലെ. മോസസ് വാഗ്ദാന നാള് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട്, പക്ഷെ കയറാൻ പറ്റില്ല. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. എബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യമാണത്. ഉണ്ട്, പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് വേറെ ടോക്കൺ കൊടുക്കണം. മനസ്സിലായില്ലേ? വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരികയാണല്ലോ ഇത്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, അതാണ് സംഭവം. ഇപ്പം വിശ്വാസം പ്രത്യാശ ഒന്നല്ല. പ്രത്യാശ എന്നവനെ കാണാം, നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ അത് നമ്മുടെ ഈ കിട്ടണ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് എലീശ പടനായകനോട് പറയണത്. നീ അത് കാണും, പക്ഷെ ഒരു മണി പോലും അത് നിനക്ക് കിട്ടത്തില്ല. എന്താ കാര്യം? പിറ്റേ ദിവസം കർത്താവ് ഒരു മുളക്കം മുളിക്കും. പടനായകൻ്റെ ചണാച്ചണ സ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽക്കാർ ഓടിക്കളയും. അപ്പോൾ ഇസ്രായേൽക്കാർ കയറി അവരുടെ സംഭരിച്ച് വെച്ചിരിക്കണ എല്ലാം എടുക്കും, എന്നിട്ട് പാപ്പടമൊക്കെ എല്ലാം കൊടുക്കും. പക്ഷേ ഈ ഇസ്രായേൽക്കാർ ഗേറ്റിങ്ങ് കാവൽ നിർത്തിക്കൊണ്ട് ഇവരെ അകത്ത് കയറി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയ പടനായകനെയാണ്. പടനായകനെ ജനം തട്ടിപ്പറിച്ചിട്ട് അറിഞ്ഞില്ല പടനായകനാണ്. ഈ ബഹളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് പുള്ളി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കും. അതാണ് വിശ്വസിക്കാൻ നമുക്ക്, പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ്. കർത്താവ് കിളിവാതിൽ തുറന്ന് വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ്. അതാണ് പറഞ്ഞത്, നീ കാണും അത് കർത്താവ് ചെയ്യണത്, പക്ഷേ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴെന്ന് വെച്ചാൽ വിശ്വസിക്കണ ഒന്നാണ്, അനുഭവിക്കണ വേറെയാണ്. എല്ലാം സാധ്യമാണ്, വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും. അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും. അതാണ് പ്രത്യാശ, സെക്കൻഡ് ടോക്കൺ. പ്രത്യാശ എന്താണ്? പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. രാജാവിനെ നിരാശയാക്കി, വിശ്വാസം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കർത്താവെന്നറിയാം, രാജാവിന് വിശ്വാസമുണ്ട്, പക്ഷെ പ്രത്യാശയില്ല. അതുകൊണ്ട് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്തത് ഉണ്ടെന്ന് ഉറപ്പാണ്. ഉറപ്പുള്ളവനെന്ന് വെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണം എന്താണെന്നറിയാവോ? അവൻ പോയി തൈക്കൊള്ളെല്ലാം വിൽക്കും. ഇപ്പം നിധി കണ്ടെത്തിയ കർത്താവ് പറയണില്ലേ? ഈ 13 കഴിഞ്ഞാൽ പിന്നെ നിധിയിലോട്ടാണ് ഉറപ്പുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കണതാണ്. 13:44 മത്തായി സുവിശേഷം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഉറപ്പാണതേ. കണ്ടെത്തി കഴിഞ്ഞാൽ ശരി കണ്ടെത്തും, പക്ഷെ കണ്ടെത്തിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ വിൽക്കണമല്ല, അത് വിൽക്കത്തില്ല അവര്. പ്രത്യാശ ഉള്ളവൻ അത് വിൽക്കും. അതാ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അതാണ് ഇത് തമ്മിൽ കണക്റ്റഡാണ്, ഇന്റർ കണക്റ്റഡാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ, പ്രത്യാശയിലെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് കാണപ്പെടാത്ത ഉണ്ട്, പക്ഷേ കണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ പ്രത്യാശ വേണം. പ്രത്യാശ വേണമെങ്കിൽ എന്ത്? പ്രത്യാശയെ പ്രൂവും. അതും പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? വിശ്വാസം പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത്, പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത്. അപ്പോഴാണ് ഈ 60 മേനിയാകണത്. കൊടുത്ത പോയിന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണത്
പല പല മേനി വരാൻ കാര്യം. അങ്ങനെ കാര്യം പല പല രീതിയിലുള്ള റേഞ്ചിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ നമ്മൾക്ക് ഈ വിശ്വാസം നൽകിയപ്പോഴേ അവൻ അതിൻ്റെ കൂടെ നിനക്ക് തന്നിരിക്കണത് കോമൺ പ്രീസ്റ്റ്ഹുഡ്. കോമൺ പ്രീസ്റ്റ്ഹുഡ് വെച്ചാൽ ഞാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ കർത്താവിനെ കൈമാറാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധ്യത്തിൽ നീ കർത്താവിൻ്റെ മിഷൻ ഏറ്റെടുത്താൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നീ ഫലം പുറപ്പെടുവിക്കപ്പെടും. നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് 1 പത്രോസിന്റെ 5-9 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ന് പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. 2 പത്രോസ് 9, 5-9. 1 പത്രോസ് 2:9 എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും തിരഞ്ഞെടുപ്പ് കണ്ട എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയേ പറഞ്ഞു. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അപ്പോൾ അവർ വിരുന്നുകാരല്ല, ദൈവത്തിൻ്റെ വീട്ടുകാരാണ്, സ്വന്തപ്പെട്ടവരല്ലേ. ഈ സ്വന്തപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളാണെന്ന് എപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. മനസ്സിലായോ? അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെടുക. ഇന്നലെ ഒരു വെളിപാടുണ്ടായി. വാട്ട് ഈസ് ഹോളിനെസ്, എന്താണ് സാങ്ക്ടിറ്റി, എന്താണ് വിശുദ്ധി. അപ്പോൾ ഇന്നലെ ടോക്ക് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞത് വിശുദ്ധി എന്ന് പറയണത് പാപത്തിന് പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പീഡാനുഭവം കൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ടുള്ള ഐക്യദാർഢ്യമാണ് വിശുദ്ധി എന്ന് കൈയിട്ടിച്ച് കർത്താവ്. യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുകയും പാപത്തെ നീ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്നാണ് കർത്താവിൻ്റെ വചനം വിശ്വാസി വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമ 1:6 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അതായത് മനുഷ്യന് ഒറ്റ വിളിയേ ഉള്ളൂ. നമ്മുടെ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ കോൾ ആൻഡ് സെലക്ഷൻ അല്ലേ. വിളിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയണത്. പക്ഷേ വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാനുള്ള വിളിയാണ്. അല്ലാതെ മീൻകാരൻ വിളിക്കണ പോലെ അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിളിക്കണ പോലെ ഫോണിൽ വിളിക്കണ പോലെ അല്ല. ഇതൊരു കോൾ ടു ഇൻറ്റിമസിയാണ്. അതായത് കോൾ ടു ഓൺനെസ് ആണ്. അതായത് യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകാൻ പ്രാർത്ഥിക്കുക. കർത്താവേ വിശ്വാസത്തിൽ അങ്ങയുടെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് പാപത്തെ വെറുത്ത് മറ്റു മനുഷ്യരിലെ വിശുദ്ധിക്ക് വേണ്ടി അങ്ങയുടെ നാമത്തെ കൈമാറാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കി നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ സ്വന്തമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതായത് 1 പത്രോസിന്റെ 2:9 നമ്മൾ വായിച്ചതാണ്. വിളി എന്താണ്? യേശുക്രിസ്തുവിനെ സ്വന്തമാകാൻ വിളിയാണ്. ആ വിളിയിലൂടെ എന്താണ്? റോമ 1:6 അനുസരിച്ച് സ്വന്തമാകാൻ വിളിയാണ്. പക്ഷേ 1 പത്രോസ് 2:9 അനുസരിച്ച് കൊണ്ട് രാജകീയ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയാണ്. നമ്മളെ വിശ്വാസം സ്വീകരിക്കുന്നവർ കൂടി ക്രിസ്തുവിനെ സ്വന്തമാകുകയും ക്രിസ്തുവിനെ ലോകത്ത് കൈമാറാൻ വേണ്ടി പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡാണ്, ശുശ്രൂഷ പൗരോഹിത്യം. നിങ്ങൾക്ക് എന്താ? പൊതു പൗരോഹിത്യമാണ്. അപ്പോൾ ഈ പൊതു പൗരോഹിത്യം ആക്ടിവേറ്റ് ആകണം എപ്പോഴാണ്? ഇപ്പം ജെസ്സിയെ ഞാൻ എന്തോ ഇത് പറയാൻ കാര്യം, ആ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സാക്ഷ്യങ്ങളാണ് ജെസ്സി അഗസ്റ്റിനില്ലേ. അത് പൊതു പൗരോഹിത്യം അവർ ചെയ്തിരിക്കണത്. കാര്യം അവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു. അവരെ ക്രിസ്തുവിനെ കൊടുക്കാനൊരു പഴുത് കണ്ടാൽ വിശ്വാസത്തോടെ അവർ കൊടുക്കാൻ തയ്യാറാകുന്നു. അത് ഏത് രാജ്യത്തായാലും ശരി, ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ശരി, വർദ്ധിച്ച ആധ്യാത്മിക അഭിഷേകത്തോടു കൂടി അവർ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തു അതിന് ഉത്തരം കൊടുക്കുകയും താൻ ജീവിക്കുന്നതിന് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് അതുങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കൈയിട്ടിച്ച് കർത്താവ്.
വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്ത ദൈവത്തിന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബൈ ഫെയ്ത്ത് വി ആർ ഓൾ പ്രീസ്റ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നമുക്ക് പങ്കാളിയായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിൻ്റെ പരിചാരകരായി മാറുകയും സുവിശേഷത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി, ഒരു അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരും സ്വന്തം ശിരസിൽ കൈവച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. നാമത്തിന് സ്വന്തം ചെയ്യും. അങ്ങനെ ജനത്തിന് മേലെ ആത്മാവിനെ അയക്കുന്നത് പ്രാർത്ഥിക്കുന്ന എവിടെയെല്ലാം അങ്ങേ കണ്ടുമുട്ടുവാനും കൊടുക്കുവാനും കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കുവാനും ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലത് കരത്താൽ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. സത്യബന്ധങ്ങളും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവെ വിശ്വാസത്തിൻ്റെ ശക്തി ഇറങ്ങി വസിക്കുകയും ലോകത്തെ ക്രിസ്തുവിൻ്റെ അടയാളമായി കൂദാശയായി മാറിക്കൊണ്ട് കർത്താവ് അറിയാത്തത് അറിയിക്കുകയും ക്രിസ്തുവിനെ അറിയാത്തത് അറിയിക്കുക, അറിഞ്ഞൊരു ആഴപ്പെടുത്തുകയും ചെയ്യുക. ഉടമ്പടിയുടെ അമ്മയെ പരിശുദ്ധമായ ദേവമാതാവ് എല്ലാ മക്കളെയും ക്രിസ്തുവിൻ്റെ നാമത്തിന് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിന് നിയോഗം പോലെ കർത്താവിന് കൈമാറ്റം. നിങ്ങൾക്കറിയാവില്ല 3:15 അറിയാവോ? എനിക്ക് എപ്പോഴും 3:15 കുറിച്ച് എപ്പോഴും എനിക്ക് അതായത് കർത്താവ് അപ്പോസ്തലന്മാരെ 12 പേരെ വിടും. 12 പേരെ വിടുമ്പോഴെന്തിനാണ്? ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ, മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന കർത്താവ് അപ്പോസ്തലന്മാർക്കുണ്ട അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട്. ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി സമൂഹ നന്മയുടെയും ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായി ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ പ്രവർത്തനമായിട്ടാണ് 3:15 വർക്കൗട്ട് ചെയ്യുന്നത്. മർക്കോസ് 3:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അധികാരം നൽകുന്നെന്നാ പറയണത്. അധികാരം നൽകാൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അധികാരം നൽകാൻ ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തെ കർത്താവിനെ കൊടുക്കാൻ, തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസ്തലന്മാരെ ഈശോ നിയമിച്ച് അയക്കുന്ന സന്ദേശമാണ്. അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ കോമൺ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന് ഈസിയായിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക, ന്യായസ്ഥാനപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥം. കൃപാസന ഈസ് നോട്ട് ഫോർ ദാറ്റ്. പക്ഷേ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ്. അവകാശം അർഹതപ്പെട്ടവർ കൊടുക്കാൻ അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ്. ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവദുരിതങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥന, ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോഴൊക്കെ ഇത് ഷെയർ ചെയ്യണം ഈ സന്ദേശം. കാര്യം ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 3 പേരായി നിൽക്കുക. പുരുഷന്മാർ, സ്ത്രീകൾ 3 പേരായി നിന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കുക.
നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിൽ ലോകത്തിലെ പൊതു പൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യം കൈമാറാൻ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന സമയം കൂടിയാണ്. മൂന്ന് പേര് പരസ്പരം കൈകൾ വിടർത്തി വെക്കുക, അച്ഛൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ഇതിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവെ, ഈ വിശുദ്ധ രക്തം, അങ്ങയുടെ വിശുദ്ധ രക്തം അങ്ങയുടെ കൈകളിലേക്ക്, മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈകൾ ആരുടെ മേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കട്ടെ, വിടർത്തി വെച്ചാൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ ആണിപ്പഴുതുകളുടെ രക്തം, നിന്റെ തിരുവിലാവിൻ്റെ രക്തം, നിന്റെ മുൾക്കിടത്ത് ഒഴുകുന്ന രക്തം, ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം, രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം, ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം, രക്ഷയുടെ രക്തം ഇപ്പോൾ കൈകളിലേക്ക് വീഴട്ടെ. യേശു ക്രിസ്തു രക്തത്താൽ ഈ മക്കളുടെ കൈകളെ കുതിരട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ കൈകൾ അഭിഷിക്തമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കൈകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. ഈ കൈകൾ പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ വിശുദ്ധിക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ വേണ്ടി പരിശുദ്ധാത്മാവിനെ ദൈവിക ശക്തി ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. മക്കളെ ഭാഷാവർത്ത ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിന് ലോകവ്യാപകമായി ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അത്ഭുതമാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമേ. ആണിപ്രതാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥികളിലും, അസ്ഥിക്കുഴകളിലും, ശരീരകോശങ്ങളിലും, ഞരമ്പുകളിലും, ആന്തരിക അവയവങ്ങളും, കരളിലും, കിഡ്നികളിലും കർത്താവിൻ്റെ നിറയട്ടെ. അടിപ്പള്ള വൈദ്യാകാലം പോലെ ദൈവിക ശക്തി ഉറയട്ടെ. വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് വാൽവിൻ്റെ അസുഖങ്ങൾ, ഞരമ്പുകൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, ആന്തരിക അവയവങ്ങൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, അസ്ഥിക്കുഴകൾ, ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിപോക്കുകൾ, രക്തസ്രാവങ്ങൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, കണ്ണിൽ കാഴ്ചക്കുറവുള്ളവർ, മുക്കിന് ദശ വളർന്നവർ, വയലിൽ ശിസ്റ്റ് വളരുന്നവർ, ശരീരത്തിൽ ശിസ്റ്റ് വളരുന്നവർ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാറിപ്പോകട്ടെ. കൈകൾ എടുക്കരുത്, കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അഭിഷേകത്തിന്റെ സമയമാണ്. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട്, കൃപാസന ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ വേറെ ആൾക്ക് അത് കൊടുത്തുവിടാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ ശരീരത്തിൽ തേച്ച് പ്രാർത്ഥിക്കാം, അവിടെ ഇടങ്ങളെ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം. അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിത്യത്തിൻ്റെ ശക്തി, അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഉന്നതമായ നാമം. ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട്? 3 ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവർ, പൊതു പൗരോഹിത്യത്തെ കർത്താവിൻ്റെ വിശേഷത്തിൻ്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പോൾ കൂടിയാലും എന്ന് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പകർച്ചക്കാരായി മാറാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സുവിശേഷത്തിന്റെ സാക്ഷിയായി മാറാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം കൈ എടുക്കരുത്. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, വസ്തുക്കൾ വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗമാകാം,
അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന വിഷയമാകാം. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ലാത്തത് ശ്രുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടിയെടുത്തു പോയ ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടിയെടുത്തു പോയ മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ കർത്താരെ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ തിന്മകള്, പൈശാചിക സ്വാധീനങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് അമ്മാതാവിന്റെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തില് യേശുക്രിസ്തു നാമത്തില് വിട്ടുമാറട്ടെ. മക്കളെ, ഇൻ കേസ് എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കാം. മക്കളെ, എന്തെങ്കിലും വിഷയം അച്ഛൻ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ ആരാധന കൂടിയാലും, എന്ന് നിങ്ങൾ ഈ ആരാധന കൂടിയാലും ഇത് പ്രസക്തമാണ്. അച്ഛൻ എന്തെങ്കിലും വിഷയം നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരാധനയെ സമർപ്പിക്കുക. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം കൃപയും ഉണ്ടാവും, വിടുതൽ പ്രാപിക്കും. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.